ഷാഹിദ് അഫ്രീദിയുടെ വിസ ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു വെച്ചാണ് ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തത്. വിസ ബ്ലോക്ക്ഡ് ആണെന്നുള്ള ഒരു ന്യൂസ് എവിടെയും ഇല്ല. എല്ലാ വിസയും സ്റ്റാൻഡ്സ് ക്യാൻസൽഡ് ആണ് രാഹുൽ. അങ്ങനെ ഒരു എന്തായാലും അവൈലബിൾ അല്ല. ഞാനിപ്പോ ചെക്ക് ചെയ്തു. നമുക്ക് എല്ലാം ഗ്രോക്കും ചാറ്റ് ചെയ്താൽ പോരെ. അദ്ദേഹത്തിന്റെ വിസ സ്റ്റാൻഡ്സ് റിവോക്ഡ്. അദ്ദേഹത്തിന് ഇപ്പൊ ഇന്ത്യയിൽ പ്രവേശിക്കാനുള്ള അനുമതിയില്ല. ലോകത്ത് ഒരു കടന്നലിനും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകരുതേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് രാഹുലിന്റെ നിലപാട് യാതൊരു വിധത്തിലുള്ള സ്ഥിരതയും ഉള്ളതല്ല. അത് ഇന്ത്യക്കാർക്ക് സ്വീകരിക്കാൻ കഴിയാത്തൊരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെത്. മനസ്സിലായോ? അഫ്രീദിയുടെ ക്രിക്കറ്റ് സ്കില്ലിനെ പറ്റിയിട്ടുള്ള ഒരു ഡിബേറ്റ് അല്ല ഇത്. അടുത്തൊരു പരിപാടിക്ക് അദ്ദേഹം വന്നു, ഇങ്ങോട്ട് വിളിച്ചു കയറ്റി 10 മിനിറ്റ് പരിപാടിക്ക്. ഷാഹിദ് അഫ്രീദിയെ വെള്ള പൂശുകയാണ് രാഹുൽ. പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണോ കരുതുന്നത്? ഇതിന്റെ പിന്നിൽ എന്തോ ചുമ്മാ വെറുതെ അതിലെ പോയ ഷഹീദ് അഫ്രീദി വെറുതെ നടന്നു വന്ന് കയറിയെന്നാണോ കരുതുന്നത്? ബുദ്ധിമാനം നീ ഒരു മഹാനാട്ടോ. ഈ കാര്യങ്ങളെല്ലാം പാകിസ്ഥാൻ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഇതൊക്കെ താങ്കൾക്ക് അറിയാവുന്നതാണ്. കുട്ടിക്കാലം മുതലേ വാശി പിടിച്ച് കാര്യം നേടാൻ നീ മിടിക്കുക. പക്ഷെ ഇക്കാര്യത്തിൽ നടപ്പില്ല. രാഹുൽ ഈശ്വർ, ഇന്ത്യയിൽ ഷാഹിദ് അഫ്രീദി ഇന്ത്യക്കാർക്ക് അസ്വീകാരനാണ്, ഗവൺമെന്റിന് അസ്വീകാരനാണ്. എല്ലാവർക്കും അറിയുന്നതല്ലേ. അത് അറിയാത്ത ആൾക്കാരാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ബിടെക് പഠിച്ചതിന് ശേഷം ഇപ്പോ ദുബായിൽ പോയി താമസിക്കുന്നത്. അല്ല, അവരുടെ പാസ്പോർട്ട് ഇന്ത്യൻ ആണ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അല്ല, ഞാൻ ചോദിക്കുന്നത് കേൾക്കൂ. ഇന്ത്യൻ ഗവൺമെന്റിനെ പറ്റി അഫ്രീദി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ, നമ്മുടെ സൈന്യത്തിനെ പറ്റിയും ജനങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ, ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സംഭവവികാസങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലോ സുഹൃത്തെ. ഈ ഒരു സാഹചര്യത്തിൽ അഫ്രീദിയുടെ പ്രാധാന്യം എന്താണെന്നോ മനസ്സിലാക്കാത്ത മണ്ടന്മാരാണ് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ബിടെക് പഠിച്ചിട്ട് അവിടെ പോയി ജോലി ചെയ്യുന്നത് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റില്ല. അതിന്റെ കൃത്യമായ മറുപടി, ഇത്രയൊന്നും കൂലങ്കഷമായി ചിന്തിക്കുകയോ ഈ രീതിയിൽ ഗൂഢാലോചനയിൽ ചിന്തിക്കുകയോ ഒന്നും ചെയ്തല്ല. രാഹുൽ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. കാരണം അവർ ഇറക്കിയിരിക്കുന്ന ആ പ്രസ്താവന നോക്കിയാൽ ഏപ്രിൽ 5 ഈ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഹാൾ അവർ ബുക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇല്ല എന്ന് അവർ പറയുന്നു. പിന്നീട് ഏപ്രിൽ 22 ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് അവർക്കറിയാം. അപ്പൊ അതറിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ വെന്യൂ മാറ്റാനായിട്ട് പോലും അവർ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ പറയുന്നത് വേറെ വെന്യൂ ഈ റേറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ PAD ഇത് നടത്തുന്നത് പോലും അനൗചിത്യമാണ് എന്നുള്ള ഒരു തോന്നൽ അവരിൽ ആർക്കൊക്കെയോ ഉണ്ടായത് കൊണ്ടാണ്. എന്നിട്ടും അവർ ആ ഇവന്റ് ക്യാൻസൽ ചെയ്തില്ല. ഒരു വരി വിട്ടു അവരുടെ പ്രസ്താവനയിൽ. അതിനുശേഷം ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് ഈസ് ചെയ്തപ്പോൾ എന്ത് വിടലാണ് ഇയാള്? ഡിപ്ലോമാറ്റിക് ടെൻഷൻ എവിടെയാ ഈസ് ചെയ്തത്? സീസ് ഫയർ ആണ് വന്നിരിക്കുന്നത്. ഒരു വരിയിൽ മറുപടി, ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് വിളിച്ചുകൊണ്ട് വന്നെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഇൻവിറ്റേഷൻ കാർഡിൽ ഷാഹിദ് അഫ്രീദിയുടെ പ്ലാൻ ചെയ്തെന്ന് ആരും പറഞ്ഞില്ലല്ലോ. പ്ലാൻ ചെയ്തെന്ന് ആര് പറഞ്ഞു? ഇതൊരു ഗൂഢാലോചന. പണിക്കർജിക്ക് ഉള്ളിന്റെ ഉള്ളിൽ അഭിപ്രായം ഉണ്ടോ? തീർച്ചയായും. പിന്നെ ചുമ്മാ ഒരാൾ തീരുമാനിച്ചാണെന്നാണ് രാഹുൽ പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. കാരണം ഷാഹിദ് അഫ്രീദി വെറുതെ വിളിക്കാത്തടത്ത് ഉണ്ണാൻ ചെല്ലുന്ന ആളല്ല. അതിലെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ ഒരു ആഘോഷം നടക്കുന്ന സമയത്ത് ഇത്രയും മോശമായ പ്രസ്താവനകൾ രാജ്യത്തിനെതിരെ നടത്തിയ ഒരാൾ എന്നാൽ ചുമ്മാ അതിലെ വലിഞ്ഞു കയറി ചെല്ലാമെന്ന് കരുതുന്നയാളല്ല. ആക്സസ് ഇല്ലാത്ത ഒരാൾ ആക്സസ് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ശരി, അയാൾ അകത്ത് കയറി. അയാൾ സ്റ്റേജിൽ വന്നത് എങ്ങനെയാ? ഇവർ അങ്ങോട്ട് പോയി തന്നെ വിളിച്ചതാണ്, യാതൊരു സംശയവുമില്ല. അത് വരുന്ന ഒരു ഗസ്റ്റിനോട് ഔപചാരികതയുടെ ഗസ്റ്റ് അല്ലല്ലോ നിങ്ങൾ പറയുന്നത്. രാഹുൽ പറയുന്നു. എന്നിട്ട് ഇങ്ങനെ വന്നത് ഭാഗ്യമാണെന്ന് പറഞ്ഞ എങ്ങനെ രാഹുൽ ഇത് രണ്ടും കൂടെ ശരിയാവും? രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ദേശവും ഞാൻ പോകുന്നു. ബൈ ബൈ.